വെൽക്കം ബാക്ക്. ഈ ചാനൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ? ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സിലെ ഡയറി എൻട്രി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് നമുക്ക് ഓൾഡ് മാൻ്റെ ഡയറി എൻട്രി നോക്കാം. ടുഡേ ഐ സഫേർഡ് അഗെയിൻ. ഞാൻ ഇന്ന് വീണ്ടും വിഷമിച്ചു അല്ലെങ്കിൽ സഹിച്ചു. സ്റ്റോൺസ്, ഹങ്കർ ആൻഡ് പെയിൻ ഹാവ് ബിക്കം മൈ കമ്പാനിയൻ. അല്ലേ, കല്ലുകൾ, വിശപ്പ്, വേദന ഇതൊക്കെ എൻ്റെ കൂട്ടുകാരായി മാറിയിരിക്കുന്നു. സ്റ്റിൽ ഐ വെയിറ്റ് പേഷ്യൻ്റ്ലി. പക്ഷേ ഇപ്പോഴും ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഐ ഡോണ്ട് നോ ദോസ് പീപ്പിൾ ഓർ ദ ലാംഗ്വേജ്. എനിക്ക് അവരെയും അറിയില്ല, അവരുടെ ഭാഷയും അറിയില്ല. ബട്ട് ഐ ഹോപ്പ് ദ സ്കൈ വിൽ ആക്സെപ്റ്റ് മീ അഗെയിൻ സംഡേ. പക്ഷേ ആകാശം വീണ്ടും എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന്, എന്നെങ്കിലും അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റുകൾ വെച്ച് നമുക്ക് എലാബറേറ്റ് ചെയ്ത് ഓൾഡ് മാൻ എന്ന ഡയറി എൻട്രി ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്കത് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി പിലേയുടെ ഡയറി എൻട്രി. എ സ്ട്രേഞ്ച് ഓൾഡ് മാൻ വിത്ത് വിങ്സ് ചേഞ്ച്ഡ് അവർ ലൈഫ്സ്. അല്ലേ, ഒരു വിങ്സ് ഉള്ളൊരു പ്രായമായ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ഓൾഡ് മാൻ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഫിയർ റൂൾഡ് മീ ഫസ്റ്റ് ബട്ട് മണി ഫോൾ ഔട്ട്. ആദ്യം എനിക്ക് ഭയമുണ്ടായി, പക്ഷേ പിന്നീട് ധനത്തെക്കുറിച്ചുള്ള ചിന്തയായി. ഐ ഡിഡ് വാട്ട് ഐ തോട്ട് വാസ് നെസസറി. എന്താണോ ശരി അത് ഞാൻ ചെയ്തു. നെസസറി അത്യാവശ്യം, എന്തായിരുന്നോ അത്യാവശ്യമായിട്ടുള്ളത് ഞാൻ ചെയ്തു. പെർഹാപ്സ് കൈൻഡ്നസ് ഈസ് ലക്ഷറി ഐ കാൻറ്റ് അഫോർഡ്. എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, അത് നേടിയെടുക്കാൻ പറ്റത്തില്ലാത്ത വലിയൊരു ലക്ഷറി, ആഡംബരമാണ് എന്ത്? കൈൻഡ്നസ്, ദയ എന്നുള്ളത് എനിക്ക് വലിയ ലക്ഷറിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പൈസയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്, ആദ്യം എനിക്ക് ഭയമുണ്ടായാലും. ഇതാണ് നമ്മുടെ പിള്ളയുടെ ഡയറി എൻട്രി. അപ്പോൾ ഈ മെയിൻ പോയിൻറ്റ്സ് വെച്ച് നമുക്കത് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലേക്ക് കിടക്കുമ്പോൾ ഹെഡിങ് നോക്കുക. എ മിസ്റ്റീരിയസ് വിങ്ഡ് ഓൾഡ് മാൻ ഫൗണ്ട് ഇൻ കോസ്റ്റൽ വില്ലേജ്. ഈ ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് കൂടി പഠിച്ചു വെക്കാവുന്നതാണ്. അപ്പിയറൻസ് ഓഫ് ദി ഓൾഡ് മാൻ. അല്ലേ, അപ്പോൾ ഈ രണ്ട് ഹെഡിങ് സബ് ഹെഡിങ് നിങ്ങൾക്കൊന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഡയറി എൻട്രി വരുമ്പം നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് എഴുതാൻ പറ്റും. ഈ ഒരു ഹെഡിങ്, ഒരു ടൈറ്റിലൊക്കെ നോക്കി വെക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും. ഓക്കെ, ബൈ സ്റ്റാഫ് റിപ്പോർട്ടർ. എ സ്ട്രേഞ്ച് ഇൻസിഡൻസ് ഷോക്ക്ഡ് എ കോസ്റ്റൽ വില്ലേജ് യെസ്റ്റർഡേ when a very old man with enormous wings was found lying helplessly in muddy courtyard. ഓക്കെ, ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു വിചിത്രമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് സംഭവം ഉണ്ടായി. എന്താണ് കോസ്റ്റൽ വില്ലേജിനെ ഷോക്ക് ചെയ്ത്? ഇന്നലെ ഒരു പ്രായമായ ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ഫൗണ്ട് ലൈങ് ഹെൽപ്ലെസ്ലി ഇൻ മഡി കോർട്ടിയാർഡ്. അല്ലെ, ചെളി നിറഞ്ഞ മുറ്റത്ത് ഇങ്ങനെ വലിയ ചിറകുള്ളൊരു പ്രായം ചെന്ന് ഒരാൾ കിടക്കുന്നത് കണ്ടു. വില്ലേജേഴ്സ് ബിലീവ് ദ മാൻ ടു ബി ആൻ ഏഞ്ചൽ. വില്ലേജേഴ്സ് വിശ്വസിക്കുന്ന ഇയാളൊരു മാലാഖയാണെന്നാണ്. ഹൂ മേ ഹാവ് ബീൻ ഇൻജേർഡ് ഡ്യൂറിങ് സ്റ്റോം. അല്ലേ, കൊടുങ്കാറ്റിൽ ഇൻജേർഡ് ആയാലും മുറിവേറ്റ ഒരു മാലാഖയായിട്ടാണ് വില്ലേജേഴ്സ് വിശ്വസിക്കുന്നത്. ഹീ ഈസ് കറൻ്റ്ലി ക്യാപ്റ്റ് ഇൻ എ ചിക്കൻ കൂപ്പ് ഫോർ സേഫ്റ്റി. ഇപ്പോൾ അദ്ദേഹത്തെ ഒരു കോഴിക്കൂട്ടിൽ സേഫ്റ്റിക്ക് വേണ്ടി സുരക്ഷിതമായിട്ട് വച്ചേക്കുകയാണ്. ലാർജ് ക്രൗഡ് ഹാവ് ഗ്യാതേർഡ് ടു വിറ്റ്നസ് ദ എക്സ്ട്രാ ഓർഡിനറി സൈറ്റ്. ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഒരുമിച്ച് കൂടി എന്തിനു വേണ്ടി? ഈ ഒരു വിചിത്രമായ കാഴ്ച കാണുവാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടി. ഓക്കെ, സോ നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഈ രീതിയിൽ എഴുതാൻ വേണ്ടി ഇതൊരു മെയിൻ ഹെഡിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഒരു രീതിയും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നമുക്ക് പലതവണ വായിച്ച് നോക്കാം. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ പലതവണ റിപ്പീറ്റ് ആയിട്ട് വായിച്ച് നോക്കുമ്പോൾ ഈ വേർഡ്സും സെൻറ്റൻസും നമ്മുടെ മനസ്സിൽ പതിയും. ഓക്കെ, ഇപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിലും ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആണെങ്കിലും ഇങ്ങനത്തെ ചില പ്രയോഗങ്ങളും കാര്യങ്ങളും നമുക്ക് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ എക്സാമിന് കൂടുതൽ എളുപ്പമാവും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ദി ചാനൽ.